ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നമ്മൾ ചർച്ചയിലേക്ക് കൂടുതൽ കണക്കുകളിലേക്ക് പോകുന്നതിന് മുൻപ് അങ്ങ് പലപ്പോഴും പ്രത്യേകിച്ചും കഴിഞ്ഞ ബജറ്റിന്റെ സമയത്തൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, 1 രൂപയുടെ പോലും അധിക വിഭവ സമാഹരണ നിർദ്ദേശങ്ങളില്ലാത്ത ഒരു ബജറ്റാണ് ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചത് 2026-27 ബജറ്റ് ഈ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ. അതിൽ പക്ഷേ ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത കുടിശ്ശിക തീർക്കൽ, ആശാവർക്കർമാർ സാക്ഷരതാ പ്രേരക തുടങ്ങി പലരുടെയും പല വിഭാഗങ്ങളുടെയും ശമ്പളം കൂട്ടുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ ഇതെല്ലാം ഖജനാവിൽ ഒഴുകിയെത്തുമെന്ന് ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനമന്ത്രി ഡോക്ടർ കെ എൻ ബാലഗോപാൽ അദ്ദേഹം ഈ ബജറ്റ് അവതരിപ്പിച്ച് പോയത്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ താങ്കളുടെ കണക്ക് തന്നെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. 2025-26 മൊത്തം വരുമാനം 1,37,082.61 കോടി. അത് തന്നെ തലേവർഷത്തേക്കാൾ 9.79% വർദ്ധിച്ചതാണ്. പക്ഷേ ധനമന്ത്രി പ്രതീക്ഷിത വരുമാനം എന്ന് പറയുന്നത് 1,82,972 കോടിയാണ്. അപ്പോൾ ഒരു 33% വർദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. അടുത്ത സർക്കാർ ഈ ഊഹക്കണക്ക് വെച്ച് മുന്നോട്ട് പോയാൽ അതിൽ ഒരു യാഥാർത്ഥ്യമില്ലാതെ അവർ വഴിയിൽ മുടന്തേണ്ടി വരില്ലേ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ധവളപത്രത്തിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഒരു ധവളപത്രം ഈ ചർച്ചകളിലൂടെ രൂപപ്പെടുത്തുമ്പോൾ അങ്ങേക്ക് പ്രാഥമികമായി പറയാനുള്ളത് എന്താണ്, ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ? അതായത് ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ മലയാളികൾ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയിൽ ഉപഭോഗത്തിൽ, കൺസംഷനിൽ, പെർ ക്യാപിറ്റ കൺസംഷനിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 1999-2000 മുതൽ ഇന്ത്യയിൽ 1ാം സ്ഥാനമാണ് കേരളം. പക്ഷേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ആകെ സമാഹരിക്കുന്ന തനത് വരുമാനത്തിൽ 1957-58 മുതൽ 66-67 വരെയുള്ള 10 വർഷം കേരളത്തിൻ്റെ ഓഹരി 4.45% അത് 2020-21 ആയപ്പോഴത്തേന് 4.8 കുറയുകയാണ് ചെയ്തത്. അതായത് ഉപഭോഗത്തിൽ 1ാം സ്ഥാനത്തേക്ക് ഉയർന്ന സംസ്ഥാനം പൊതുവിഭവ സമാഹരണത്തിൽ താഴോട്ട് പോയി. അപ്പോൾ ഡോക്ടർ തോമസ് ഐസക്ക് ധനമന്ത്രി പദത്തിൽ നിന്ന് പോയ വർഷത്തേക്കായാലും നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ താഴോട്ട് പോവുകയാണ് ചെയ്തത്. അതായത് 25-26 കണക്ക് വെച്ച് നോക്കുമ്പോൾ, ഞാൻ റിസർവ് ബാങ്കിൻ്റെ കണക്കുകളാണ് പറയുന്നത്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ സമാഹരിക്കുന്ന തനത് വരുമാനത്തിൽ കേരളത്തിൻ്റെ ഓഹരി 3.71% കുറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.08 നിന്ന് താഴോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സമാഹരിക്കുന്ന പൊതുവിഭവങ്ങൾ എവിടെ നിന്നാണ്? നമ്മൾ സമാഹരിക്കുന്നതിൻ്റെ തനത് വരുമാനത്തിൻ്റെ 61% മദ്യം, ഭാഗ്യക്കുറി, പെട്രോൾ, മോട്ടോർ വാഹനങ്ങൾ എന്നീ 4 ഇനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത് നമുക്കറിയാം. മദ്യം കഴിക്കുന്നതും ലോട്ടറി എടുക്കുന്നതും ഒക്കെ നമ്മുടെ സാധാരണ ആൾക്കാരാണ്. ഇപ്പം എന്നെ പോലെയുള്ളൊരു മധ്യവർഗം, ഞാൻ മദ്യം കഴിക്കുന്നതല്ല, ഞാൻ ഒരു മാസം 5000 രൂപയിൽ കൂടുതൽ പെട്രോൾ അടിക്കുന്നില്ല, ഞാൻ ലോട്ടറി എടുത്തിട്ട് 5 വർഷത്തോളമായി. ഞാൻ സാധാരണ ലോട്ടറി ആയിട്ട് ഏതെങ്കിലും ആൾക്കാർ എൻ്റെ മുമ്പിൽ വരികയാണ്, ഞാൻ ചോദിക്കും ഈ ലോട്ടറി വിറ്റാൽ എത്ര രൂപ കിട്ടും? അപ്പോൾ അവർ പറയും 20 രൂപ കിട്ടും. ഞാൻ ആ 20 രൂപ ചിലർക്ക് കൊടുക്കും. 20 രൂപ ആയിരിക്കട്ടെ, എനിക്ക് ലോട്ടറി ടിക്കറ്റ് വേണ്ട. പക്ഷേ ചിലരൊന്നും സ്വീകരിക്കുകയില്ല. അവർക്കതൊരു ആത്മാഭിമാന പ്രശ്നമായി, ഞങ്ങളുടെ തൊഴിലിനെ അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അത് സ്വീകരിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരു മധ്യവർഗത്തിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ റവന്യൂ കളക്ട് ചെയ്യുന്ന സംവിധാനത്തിൽ മാറ്റം വരണം. ഉദാഹരണമായിട്ട് ഞാൻ കൂടുതൽ നികുതി സർക്കാരിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉപഭോഗത്തിലൂടെ പറ്റുകയില്ല. കാരണം എനിക്ക് കാര്യമായിട്ട് ഉപഭോഗമില്ല. ഞാൻ പറഞ്ഞല്ലോ, മദ്യവും ലോട്ടറിയും പെട്രോളും കുറവാണ്. പിന്നെ വരുന്നത് ഡ്രസ് മെറ്റീരിയലുകളോ ഭക്ഷണ സാധനങ്ങളോ ഒക്കെ തന്നെ ഈ 69 വയസ്സിൽ നടക്കുന്ന എനിക്ക് കാര്യമായിട്ട് ചിലവാക്കാനില്ല. ഞാനൊരു പെൻഷൻകാരനല്ല, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്നയാളല്ല. ഞാൻ EPF പെൻഷൻ 2265 രൂപ കിട്ടുന്ന അതാണ്. എങ്കിലും എനിക്ക് മറ്റു വരുമാന മാർഗങ്ങളുണ്ട്. ഞാൻ ഒരു മാസം എനിക്ക് ഏകദേശം 50,000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ വിപണിയിൽ കൂടുതൽ പണം എത്തണമെങ്കിൽ മാർഗമില്ലെങ്കിൽ നികുതി പുതിയ മാർഗങ്ങൾ സ്വീകരിക്കണം. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോപ്പർട്ടി ടാക്സ്, വസ്തു നികുതി.
അത് നമ്മുടെ പഞ്ചായത്തുകൾക്കും നമ്മുടെ മുനിസിപ്പാലിറ്റികൾക്കും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ളതാണ്. ഭരണഘടന പ്രകാരം സംസ്ഥാന സർക്കാരിന് യഥാർത്ഥത്തിൽ നേരിട്ട് പിരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പഠനം നടത്തിയപ്പോൾ ഏറ്റവും അശാസ്ത്രീയമായ രീതിയിൽ ആണ് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് പിരിക്കുന്നത്. ആ വസ്തുനികുതി യഥാർത്ഥത്തിൽ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ തിരിച്ചേറ്റെടുക്കാം. അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം തിരിച്ചു കൊടുക്കാം എന്നൊരു കരാറിന്മേൽ ഈ വസ്തുനികുതി തിരിച്ചെടുത്ത് ആധുനിക സാങ്കേതികവിദ്യ GPS പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വസ്തുനികുതി പിരിക്കുകയാണെങ്കിൽ ഇന്ന് സമാഹരിക്കുന്നതിൻ്റെ ഇരട്ടി സമാഹരിക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഫീസാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നമുക്കറിയാം, നമ്മൾ ഏകദേശം 2026-27 58,000 കോടി രൂപയാണ് നമ്മൾ ചെലവാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഫീസുകളായിട്ട് കിട്ടുന്ന എത്രയാണെന്നറിയാമോ? വെറും 820 കോടി രൂപ. അതായത് നമ്മുടെ ചെലവിൻ്റെ ശതമാനമായിട്ട് എടുക്കുകയാണെങ്കിൽ 1.42% മാത്രമാണ്. നേരെ മറിച്ച് തമിഴ്നാട്ടിൽ ഇത് 5.76 എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ അതേ നിരക്കിലെങ്കിലും ഇവിടെ ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഫീസുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മധ്യവർഗത്തിൽ നിന്നും സമ്പന്നരിൽ നിന്നും കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാനുള്ള ഒരു മാർഗമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പ്രൊഫസർമാരുടെയും ഒക്കെ മക്കൾ കൊടുക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടി വന്നാൽ ഒരുപക്ഷെ 50,000 അല്ലെങ്കിൽ 75,000 രൂപ വരും. നേരെ മറിച്ച് സെൽഫ് ഫൈനാൻസിങ്ങിൽ പഠിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മക്കൾ കൊടുക്കുന്ന 7 ലക്ഷം രൂപ ഫീസാണ്. അപ്പോൾ നമ്മുടെ ഈ സബ്സിഡികൾ മുഴുവൻ മധ്യവർഗവും സമ്പന്നരും കൈയടക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് വെച്ച് സബ്സിഡികൾ ടാർഗറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ അർഹരായവർക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയാൽ വളരെയധികം വിഭവങ്ങൾ സമാഹരിക്കാൻ ഒക്കും. അപ്പോൾ ഈ നമ്മുടെ ധവളപത്രത്തോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ കൂടുതൽ പൊതുവിഭവങ്ങൾ സമാഹരിക്കാം. കൂടുതൽ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നുണ്ടായില്ല, അത് വിപണിയിലോട്ട് തിരിച്ചു വരണം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് വിശദമായി തന്നെ വരാം. പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കാൻ ചെയ്യാൻ കഴിയും.